ഇത് നമ്മൾ അവതരിപ്പിക്കുന്ന ശവാസനം എന്ന് ഞാൻ പറയും. ഈ ശവാസനം പഠിച്ച പ്രാക്ടീസ് ചെയ്ത ഒരാളാണ് വെള്ളത്തിൻ്റെ പുറത്ത് കിടക്കുന്നത്. പക്ഷെ വെള്ളത്തിൽ പരിചയമേണ്. രാവിലെ ഉദയത്തിൽ കിടന്ന് അസ്തമയം വരെ ആ വെള്ളത്തിൻ്റെ പുറകിൽ കിടക്കും. അങ്ങനെ ഈ മുഖം അത്രയും വെളിയിൽ കാണും, രണ്ട് കൈയുടെ ഈ വിരലുകളും ആ കാലും മാത്രമേ വെള്ളത്തിൻ്റെ വെളിയിൽ കാണും. അത്രയും സമയം വെള്ളത്തിൽ കിടക്കും. അതിൻ്റെ ശവാസനം ആണ്. ഇപ്പോഴ് അങ്ങനെ വിദ്യയൊന്നും പഠിക്കുന്നില്ല. വിദ്യ പഠിക്കാത്തവരും വെള്ളത്തിൽ കിടക്കുന്നവരുണ്ട്. അത് ദൈവം ഒരു വരദാനായിട്ട് കൊടുത്തിട്ടുള്ളവർ മാത്രമേ ആ വെള്ളത്തിൻ്റെ പുറത്ത് കിടക്കാനുള്ളൂ. ആ വ്യായാമമാണ് നമ്മൾ ഈ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബോഡി ഇത് ജീവനില്ലെങ്കിൽ ബോഡിക്ക് ഒരു ചലനം ഉണ്ടാവില്ല അങ്ങോട്ടോ അങ്ങോട്ടും എടുത്തിരുന്നാൽ. പക്ഷേ ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കുഴഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് വീഴ്ന്നു പോകും. അപ്പോൾ ഇതാണ് ശവാസന, അതാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഇത് ശവാസനമാണ്. ഈ ശവാസനം കണ്ടോ, ജീവൻ പോയ ഒരു ബോഡി അങ്ങനെയാണ് കിടക്കുന്നത്. ഇത് ജീവൻ തിരിച്ചു വരും. അയ്യോ, നമ്മളെ പയ്യൻ പോയേ.